അളിയ നീ ഇത് നേരിട്ട് കാണുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ഇത് പറയത്തില്ലായിരുന്നു. എന്നാ പിന്നെ നിനക്ക് ഷൂട്ട് ചെയ്യണമായിരുന്നു. കുറ്റി വീണതും ഡോറടഞ്ഞതൊക്കെ. എടാ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടെ. ഒന്ന് പോടി തള്ളാതെ. തള്ളൊന്നും അല്ല. പിന്നെ ഈ കാലത്ത് നിനക്കങ്ങനെ പറയാം. അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഡോറ് ലോക്കായിരുന്നു. എടാ പോടാർക്ക, ഈ കാലത്ത് എവിടെ പ്രേതം ഭൂതമൊക്കെ ഇരിക്കുന്നത്? ലോക്ക എങ്ങനെ ലോക്കായെന്ന് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ ഒറ്റ എടുത്താൻ പറഞ്ഞിട്ടാ ഞങ്ങളെ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോയി. അല്ലെ വേറെ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്തത്. അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ഇത് വിശ്വസിക്കില്ല. അനുഭവിച്ച് ഞങ്ങൾക്കേ അറിയും. അവന്മാരെല്ലാം പേടിച്ച് കുറച്ച് എങ്ങനെ പോയത്. ഓ അടുത്തതുള്ളത് ഇവനാരി. അതെന്റെ കൂട്ടുകാരാടാ. ഇവനാ നമ്മുടെ എഡിറ്റർ. ഇന്നലത്തെ കാര്യം പറഞ്ഞിട്ട് അവൻ എൻ്റെ പൊന്നളിയ ഞാൻ വിശ്വസിക്കത്തില്ല. അതിന് കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച അവിടെ ഞാൻ അവിടെ പോയതേ ഉള്ളൂ. ഒരു പ്രശ്നം അവിടെ ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അതെത്ര പ്രശ്നം എന്താ? നിങ്ങൾ എപ്പോഴാണ് അങ്ങോട്ട് പോയത്? നിനക്ക് വിശ്വാസമില്ല. എന്താ ഇവൻ്റെ അടുത്ത് ചോദിച്ചു. ബ്രോ അവിടെ എന്തോ കുഴപ്പമുണ്ട്, ഞങ്ങളവിടെ കണ്ടതാ. എന്നോട് പറഞ്ഞ കള്ളം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. നീയൊക്കെ എല്ലാം കൂടെ എന്താ പറയുന്നത്? പ്രേതോ? അവിടെ പോയപ്പോൾ അനുഭവിച്ചതാ. ഇനി എന്തായാലും വീട്ടിൽ ഞാനില്ല. ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം. നിങ്ങൾക്ക് വളരെ ചുമ്മാ തോന്നിയായിരിക്കും. എന്നാ ദൈവം നമുക്കൊന്നുകൂടെ ആ വീട്ടിൽ പോയി നോക്കാം. അല്ല അത് വേണ്ട. നിനക്ക് സംശയമാണെങ്കിൽ നീടെ വാടേ നീ. ഞാൻ പോണ, എനിക്ക് സമയമൊന്നുമില്ല. ഒരു കല്യാണമുണ്ട്. നീയൊക്കെ എന്താ കാണിക്ക്? പ്രേതോ ഭൂതോ ചാത്തനാ പറഞ്ഞേ. നീ എവിടെ പോണു? പേടിയാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പോണെങ്കിൽ പോട്ടെ. ഇനി ശരി, ഞാനങ്ങോട്ട് പോകുന്നു. സമയം പോയി. ഞാനിവിടെ വരുന്നു. എന്നോട് അങ്ങോട്ട് ആക്കിയേ. ഓക്കെ ഓക്കെ. ആ പോട്ടെ. ഹലോ, ആ പറയടാ. എന്തായാലും നമുക്ക് ഈ ഷോർട്ട് ഫിലിം ഇറക്കിയേ പറ്റൂ. ഓ വന്നല്ലോ സിനിമാക്കാരൻ. അതാ പറഞ്ഞത്. അല്ല അത് പ്രശ്നമില്ല. എഡിറ്റിംഗ് ഒക്കെ നമ്മൾ പുറത്ത് നാളെ ഇറക്കിയിട്ടുണ്ട്. അവൻ ചെയ്തോളല്ലോ. നമ്മുടെ ഒരു പയ്യനാ. ശരിയടാ, ഓക്കെ. നമുക്കൊരു ചാൻസ് വെച്ചപ്പോ അവനിക്ക് പൂച്ച. നിങ്ങൾ ഇൻസ്റ്റയിൽ റീൽസ് ചെയ്യുന്ന പോലെ അല്ല നമ്മുടെ ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നത്. അത് ഫുള്ള് ഓവർ ആക്ടിങ് അല്ലേ? ആരാടാ ഓവർ ആക്ടിങ്? നമുക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയാവോ? 10-15 ഫോളോവേഴ്സ്. അതെല്ലാം നിങ്ങളെ പോലെ തന്നെ അരപ്പിരി ലൂസാ. നീ പോടാ, നിന്റെ ഷൂട്ടിങ് മൊത്തം വെള്ളത്തിലാകത്തേ ഉള്ളൂ. അതെല്ലാം വെള്ളത്തിൽ തന്നെ. എന്തോന്ന്? ഒന്നുമില്ലേ. എന്താടാ കാര്യം പറ. ഒന്നുമില്ല. പറഞ്ഞാലും നിങ്ങളൊന്നും വിശ്വസിക്കില്ല. എങ്ങനെ വിശ്വസിക്കും? നാക്കെടുത്താ നീ കള്ളത്തരവല്ലേ പറയും. ഇതാ ഞാനൊന്നും പറയാത്തത്. നീ കാര്യം പറ, എന്താ പ്രശ്നം? അതെ, ഇന്നലെ ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കാൻ പോയില്ലേ? അതാണോ നിന്റെ പ്രശ്നം? അതല്ല പ്രശ്നം. പിന്നെ ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. അത് എന്റെ കൂട്ടുകാരന്റെ ബന്ധുവിന്റെ വീടല്ലേ? പിന്നെന്ത്? നീ കാര്യം പറ. ഞങ്ങൾ ഷോട്ടെല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അവിടുത്തെ ഡോറങ്ങ് മുടങ്ങി കുറ്റി അങ്ങ് വീണു. എന്നിട്ട് കാര്യം പറയുമ്പോൾ ഒരുമാതിരി. അത് കാറ്റടിച്ചടഞ്ഞതായിരിക്കും. നിങ്ങൾ പ്രേതത്തിന്റെ പടം എടുക്കാൻ പോണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികം. ഇതങ്ങനെയല്ല, ഞങ്ങൾ എല്ലാരും കണ്ട്. ആ കുറ്റി വീഴുന്നത് ഞങ്ങൾ എല്ലാരും കണ്ടതാ. ചേടാ, ആ പ്രേതം നിങ്ങൾ എന്തോ ചെയ്ത്? നിങ്ങൾ പിന്നെ എങ്ങനെ ഇറങ്ങി ഓടുന്നു? തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളടേ. ഞാൻ പോകുന്നു. നിങ്ങളോടൊന്ന് പറയാൻ എന്നെ പറഞ്ഞാൽ മതി. മോനെ, പ്രേതത്തിനെ കാണുമ്പോ ഞാനത് തിരക്കിന്ന് പറയണേ. അച്ഛനായിപ്പോയല്ലേ കാണാമായിരുന്നു. ഹലോ, ഞാൻ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് ഫോൺ എടുക്കാൻ. പിന്നെ മറ്റേ കാര്യം ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു.
അച്ഛൻ കളിയാക്കുന്നു. ആ എങ്കിൽ കിടന്നു. ശരി ശരി. Got the man with the plan right here. Bringing swag with the man right here. Living up fun, sipping on beer. Yeah, clap for me man right here. Got the man with the plan right here. Bringing swag with the man right here. Living up fun, sipping on beer. Yeah, clap for me man right here. പാതിരാത്രി ആയപ്പോഴാ വൈകിട്ട് ഇളക്കം. ഒന്ന് പോയിച്ചോണ്ട് പോവാ. ഹലോ കുറെ നേരം ആയില്ലേ, ഇനിയെങ്കിലും പറ, എന്ത് പറ്റിയതാ? പൂച്ചയെ കണ്ട് പേടിച്ചതാടാ. എന്ത് കാര്യം? നീ എന്താ കാര്യം പറ. സംഭവം വേറെ ഒന്നും അല്ലടാ, നമ്മളാ ഷൂട്ട് ചെയ്യാൻ പോയിട്ടല്ല പ്രശ്നം. പിന്നെ ഇവിടെ ഈ വീട്ടിലാണെന്ന് തോന്നുന്നത്. ഇന്നലെ എന്തൊക്കെയോ കണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാ പേടിച്ചത്? എന്തോന്നറിയത്തില്ല, ഇന്നലെ രാത്രി കിടക്കാൻ നേരം ഫുള്ള് പ്രശ്നമായിരുന്നു. എടാ അതെ, നമ്മുടെ ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ ചുമ്മാ നമുക്ക് തോന്നിയതായിരുന്നു. എന്തോ ആയാലും ഈ വീട്ടിൽ എന്തോ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നീ ഒന്നും അറിയണ്ട.
നിങ്ങളുമായിട്ട് ഞങ്ങളുടെ വീട്. വൈകിട്ട് വരുവാടേ, അത് കഴിഞ്ഞ് നിന്നത്തിരി ഞങ്ങൾ തപ്പാൻ വരണോ? ഈ സാധനത്തിന് ഇവിടുന്ന് മാത്രമല്ല. എന്താ ചെയ്യാൻ, തന്തയായി പോയില്ല. അപ്പോൾ ശരി, വൈകിട്ട് കാണാം. കൊട്ടാച്ച വൈകിട്ട് വരുവാടാ മോനെ. ആരാടാ പോണത്? പോണത് ആരടാ? മണ്ണന്മാരെ എന്തെങ്കിലും കാണിച്ച് വീട് വെച്ച് പൈസ കണ്ടെത്തിയതാ. പള്ളിപ്പട്ടം കിട്ടിയില്ല, ചാടി ഞാൻ. ആ കേറിക്കോ. ഇവിടെ വളർത്തുന്ന പൂച്ച അച്ചോ, കേറിയ We are going to call the ghost. നിന്റെയൊക്കെ ഭാഷയിൽ നമ്മൾ പ്രയത്തെ പൂട്ടാൻ പോകുന്നു. പറ്റിപ്പോയടാ. ഇവ എന്തിനാണ് എപ്പോഴും ചിരിക്കുന്നത്? അവനെങ്ങനാടാ ചിരിച്ചോണ്ടെല്ലാം ചെയ്യും. ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ഔട്ട് ഔട്ട്, ക്ലിയർ ഔട്ട്. We are going to call the ghost. നമ്മൾ ഈ പ്രേതത്തെ വിളിക്കാൻ പോകുന്നു. പ്രേതം ഇവിടെ ഉണ്ടെങ്കിൽ, ആത്മാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ദീപം കത്തും. കോയിൻ. ഇരിക്കവിടെ. ആ, ഞാനിവിടെ ഇരുന്നില്ലെന്നും പറഞ്ഞ് പ്രേതം വരാതിരിക്കണ്ട. Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come. ഒന്ന്, രണ്ട്, മൂന്ന്. അപ്പൊ ഇത് തന്നെ വീട്. ഓ, ഇതിനകത്ത് എങ്ങനെ കയറി പറ്റും? Good spirit, please come. Good spirit, please come. പുല്ല് എന്തൊരു പക്കത്തിലാ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അയ്യോ അയ്യോ, കത്തി. വിശ്വാസി സ്തുതിയായിരിക്കട്ടെ. അതെന്തിനാ ഇവിടെ പറയുന്നത്? ചുമ്മാ അടക്കട്ടെ, എനിക്ക് അത് മാത്രമല്ലേ അറിയൂ. കർത്താവേ, കത്തിയല്ലോ. Spirit, are you here? Spirit, are you here? Spirit, are you here? In the name of Jesus,
ഹോളി സ്പിരിറ്റ്, എല്ലാവരും കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കൂ. മനസ്സുകൊണ്ട് നല്ലോണം പ്രാർത്ഥിക്കൂ. Spirit, are you here? Spirit, നിന്റെ പേരെന്താണ്? What is your name? What is your name? എഴുതണ പേരെഴുതാ. എസ് എച്ച് ഐ വി SHIVA ശവം. ശവമല്ല, ശിവ. ശിവ ശിവ. എന്താണ് നിനക്ക് വേണ്ടത്? വാട്ട് യു വാണ്ട്? പട്ടിയെങ്ങാണോ ഉണ്ടോ ആവോ. നമ്പറുകളാണല്ലേ? 10 നമ്പറുണ്ടല്ലോ. ഫോൺ നമ്പറാണെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കാം. നമ്പർ പറ. 62 81 01 20 01. ആ വിളിക്കുന്നു. സ്പീക്കർ ഇട്. ആ ബെല്ലുണ്ട്. കേറാനൊരു വഴിയും കാണുന്നില്ലല്ലേ. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഉമ്മാര് ഉറക്കമായില്ലേ? പണിയായോ? എന്തായാലും ബാക്ക് സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഇത് ശിവയുടെ നമ്പരല്ലേ? ശിവയുടെ അച്ഛനാ? നിങ്ങളാരാ? അച്ഛാ, ശിവയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അവൻ മരിച്ചിട്ടിപ്പോ ഒരാഴ്ചയായി. അവനെന്ത് പറ്റിയ? അല്ല, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അവനെൻ്റെ കൂട്ടുകാരനായിരുന്നു. അവൻ എന്ത് പറ്റിയതാ? എന്തു പറയാനാ മോനെ, അവനെ അമിതമായി സ്നേഹിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അവൻ്റെ അമ്മ മരിച്ച ശേഷം അവനെ ഒരു കുറവും ഞാൻ അറിയിച്ചിട്ടില്ല. വേണമെന്ന് പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വാങ്ങിക്കൊടുത്തതാ ഒരു ഫോൺ. ആ ഫോൺ കിട്ടിയ പിന്നെ അവൻ ആരുമായി ഒരു സഹകരണമില്ലാതായി. ഒരു മുറിക്കുള്ളിൽ ഫോണും പിടിച്ച് എപ്പോഴും ഇരിപ്പായി. ഉറക്കമില്ല, ഒന്നും കഴിക്കത്തുമില്ല. എന്തിനേറെ പറയുന്നു, എന്നോട് തന്നെ അവൻ ഒന്ന് മിണ്ടിയിട്ട് വർഷങ്ങളായി. ഒരു ദിവസം സഹികെട്ട് ഞാൻ അവൻ്റെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിച്ചു.
അവിടുത്തെ ദേഷ്യത്തിന് ഞാൻ അതൊരു കടയിൽ കൊണ്ടുപോയി വിറ്റു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് അവൻ്റെ പെരുമാറ്റം കണ്ട് എനിക്ക് തന്നെ പേടിയായി. ഒരു ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് ഫോൺ തിരിച്ചു വാങ്ങാൻ ഞാൻ കടയിൽ ചെന്നു. പക്ഷേ അപ്പോഴേക്കും ആ ഫോൺ വേറെ ആരോ വാങ്ങിക്കൊണ്ടുപോയി. പകരം വേറൊരു ഫോണുമായി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അയ്യോ എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ, അച്ഛനും അവന് ഉപയോഗിച്ച ഫോൺ ഏതാണെന്ന് അറിയാമോ അച്ഛാ? മോനെ, സാംസങ്ങിൻ്റെ ഫോണാണ് മോനെ. എന്താടാ? ഇങ്ങോട്ടേ. ഹലോ ഹലോ, മരിച്ചിട്ട് ഒരാഴ്ച ആകണമെന്നല്ലേ പറഞ്ഞേ? ഒരു ഐഡിയ ഉണ്ട്. എന്ത് ചെയ്യടാ? നീ എന്താ ചെയ്യുന്ന? നിക്ക് ഞാനൊന്ന് നോക്കട്ടെ. യെസ്. അയ്യോ, ആരാടാ? അയ്യോ, ഇതവനല്ലേ? അവടെ പോയി. അവൻ എന്ത് ചെയ്യേ? എടാ, അവൻ നിന്റെ കൂട്ടുകാരനാണെന്നല്ലേ പറഞ്ഞു. എന്നിട്ട് നിനക്ക് അറിയത്തില്ല അവനെ? എടാ, ഞാൻ ആ ഫോൺ മേടിച്ചിറങ്ങിയപ്പം പരിചയപ്പെട്ടതാ. എഡിറ്റിംഗ് ഒക്കെ അറിയാന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിളിച്ചു പോയതാ. എടാ, അപ്പൊ നിനക്ക് അറിയത്തില്ലേ അവനെ? ഇല്ല. വിലയുള്ള കിട്ടിയാൽ മതി. ഈ ഫോൺ കാരണമാണ് ഇത്രയും പ്രശ്നം. ഒരിക്കലും കളിക്കണ്ട. നിന്നെ ഞാൻ പൂട്ടും, സത്യമായിട്ടും പൂട്ടും, സത്യമായിട്ടും പൂട്ടും.
ഓ രക്ഷപ്പെട്ട്. അങ്ങനെ അകത്ത് കയറിപ്പറ്റി. അയ്യോ ആരും ഇറങ്ങിയില്ലേ? ഇവന്മാരവിടെ എന്താ ചെയ്യുന്നത്? കള്ളത്തെണ്ടികള് രാത്രിയായിട്ടും പറഞ്ഞില്ല. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് അയ്യോ കഷ്ടപ്പെട്ടില്ല. വെറുതെ വീണ ദൈവമേ. അതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. പാടാ ഇതിനെന്താ വേണ്ടെന്ന് ചോദിക്കാം. അച്ഛന് കിണ്ടി ഇങ്ങോട്ട് വേണം. ഏട്ടോടെ കിട്ടി. കത്തിക്ക് കത്തിക്ക് കത്തിക്ക്. എന്ത് ചോദിക്കൂടാ? എന്തെങ്കിലും ഒന്ന് ചോദിക്ക്. എന്ത് ചോദിക്കും? എന്താ വേണ്ടെന്ന് ചോദിക്കേ. What do you want? What do you want? ബുക്കോടെ ബുക്കോടെ കിട്ടി. എഴുതിക്കും. എന്റെ ഫോണെന്തി? അച്ഛന്റെ കയ്യിലല്ലേ ഫോൺ ഇരുന്നു. നോക്കടാ. ആ ഫോണെന്തി? ഇങ്ങ് വന്നേ. എന്താടാ? എന്താ? ഗുഡ് ബൈ. പോയോ? പോയി പോയി പോയി. വല്ല സെമിനാരിയിലും അച്ഛനായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. പ്രേതത്തെ പിടിക്കാൻ അറിയുന്നു. എന്നാലും എൻ്റെ ഫോൺ ചിലപ്പോ അവൻ തന്നെ എടുത്തോണ്ട് പോയതാണെങ്കിലും. ആ ബെസ്റ്റ്. ഞാനതല്ല ആലോചിക്കുന്നത്. ആ ഫോണിന് ആരെങ്കിലും കൈ കിട്ടിയെങ്കിലോ? അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഫോണ് ഫോണെങ്കിൽ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കാം. അയ്യോ